ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ഇപ്പോൾ രാവിലെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. ആ ഒരു ബാൻഡ് കൈവശമുള്ള 3 പേരെ ചലഞ്ച് ചെയ്തിട്ട് ആ 3 പേരുടെ കയ്യിലുള്ള ബാൻഡുകൾ പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ടുള്ള ഒരു അവസരം വീട്ടുകാർക്ക് കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് വീട്ടിലുള്ള 3 പേരെ ചൂസ് ചെയ്യുക. അതായത് ഒരു ഡിബേറ്റ് ടാസ്ക് ആണിത്. ആര്യൻ, അതുപോലെ ജിസേല്, ആദില നൂറ ഇവരുടെ കയ്യിലാണല്ലോ നിലവിൽ ബാൻഡ് ഉള്ളത്. അപ്പോൾ ഇവരുടെ അടുത്ത് ചലഞ്ച് ചെയ്തിട്ട് അത് നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 പേരെ തിരഞ്ഞെടുക്കുക വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. ആ 3 പേരിൽ ഒരാൾ ആര്യനെ ചലഞ്ച് ചെയ്യും, ഒരാൾ ജിസേലിനെ ചലഞ്ച് ചെയ്യും, ഒരാൾ ആദില നൂറയെ ചലഞ്ച് ചെയ്യും. 2.5 മിനിറ്റ് ഓരോരുത്തർക്കും സമയം കൊടുക്കും. ഈ 2.5 മിനിറ്റ് കൊണ്ട് എന്തുകൊണ്ടാണ് ഇവർക്കിത് വേണ്ടത്, ഈ ബാൻഡ് കിട്ടാനുള്ള എന്ത് യോഗ്യതയാണ് ഈ ചലഞ്ച് ചെയ്യുന്നവർക്കുള്ളത്, എന്ത് യോഗ്യത കുറവാണ് നിലവിൽ കയ്യിലിരിക്കുന്നവർക്കുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാസ്കിൽ 2.5 മിനിറ്റ് ഈ ഡിബേറ്റ് കഴിഞ്ഞതിന് ശേഷം അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചേർന്നിട്ട് ആരാണ് വിജയിച്ചത് എന്ന് തീരുമാനിക്കാം. അതായത് കൈവശം ഇരിക്കുന്ന ആൾക്കാരാണോ ജയിച്ചത്, ചലഞ്ച് ചെയ്തവരാണോ ജയിച്ചത്, അത് ഓരോ കേസും പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ടാസ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ശാരിക നിലവിൽ ചലഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ആദില നൂറയാണ്. അതുപോലെ ഒണിയിലാണ് രണ്ടാമതായിട്ട് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്, ആര്യനെ ചലഞ്ച് ചെയ്യും. നെവിൻ ജിസേലിനെ ചലഞ്ച് ചെയ്യും. അതാണ് ടാസ്ക് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ഡിബേറ്റിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.